ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ഇംഗ്ലീഷ് വേർഡ് ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ ഡിഫറെൻറ്റ് മീനിങ്ങിൽ എങ്ങനെയൊക്കെ വരുമെന്ന് പഠിക്കാം. ഇന്ന് നമുക്ക് അങ്ങനെയുള്ള കുറച്ച് വേർഡ്സ് പഠിച്ചാലോ. മേക്ക് എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക, ഉണ്ടാക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഐ ക്യാൻ മേക്ക് ടീ, എനിക്ക് ചായ ഉണ്ടാക്കാൻ കഴിയും. ഐ ക്യാൻ മേക്ക് ടീ. ഷീ മെയ്ഡ് എ കേക്ക് യെസ്റ്റർഡേ, അവൾ ഇന്നലെ ഒരു കേക്ക് ഉണ്ടാക്കി. ഷീ മെയ്ഡ് എ കേക്ക് യെസ്റ്റർഡേ. മൈ ഫാദർ മേക്സ് ഫർണിച്ചർ, എൻ്റെ അച്ഛൻ ഫർണിച്ചർ നിർമ്മിക്കുന്നു. മൈ ഫാദർ മേക്സ് ഫർണിച്ചർ. ഇനി മേക്കിന് കാരണമാകുമെന്നുള്ള അർത്ഥമുണ്ട്. യു മേക്ക് മീ ഹാപ്പി, നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. യു മേക്ക് മീ ഹാപ്പി. ദിസ് സോങ് മേക്ക് മീ സാഡ്, ഈ പാട്ട് എന്നെ ദുഃഖിപ്പിക്കുന്നു. ദിസ് സോങ് മേക്ക് മീ സാഡ്. ഡോണ്ട് മേക്ക് ഹർ ആംഗ്രി, അവളെ ദേഷ്യം പിടിപ്പിക്കരുത്. എങ്ങനെ പറയാ? ഡോണ്ട് മേക്ക് ഹർ ആംഗ്രി. ഇനി മേക്കിന് നിർബന്ധിക്കുക എന്നുള്ളൊരു മീനിങ് ഉണ്ട്. മൈ ടീച്ചർ മെയ്ഡ് മീ റൈറ്റ് ഇറ്റ് അഗെയിൻ, എൻ്റെ ടീച്ചർ എന്നെ അത് വീണ്ടും എഴുതിപ്പിച്ചു. മൈ ടീച്ചർ മെയ്ഡ് മീ റൈറ്റ് ഇറ്റ് അഗെയിൻ. ഡോണ്ട് മേക്ക് മീ വെയിറ്റ്, എന്നെ കാത്തിരിപ്പിക്കരുത്. ഡോണ്ട് മേക്ക് മീ വെയിറ്റ്. മേക്ക് എത്തിച്ചേരുക, സാധിക്കുക എന്നുള്ള മീനിങ് വരും. ഐ കാൻ മേക്ക് ഇറ്റ് ടുഡേ, എനിക്കിന്ന് വരാൻ പറ്റില്ല. ഐ കാൻ മേക്ക് ഇറ്റ് ടുഡേ. വി മേഡ് ഇറ്റ് ഓൺ ടൈം, ഞങ്ങൾ സമയത്തെത്തി. അതെങ്ങനെ പറയാ? വി മേഡ് ഇറ്റ് ഓൺ ടൈം. വി മേഡ് ഇറ്റ് ഓൺ ടൈം. നെക്സ്റ്റ് ടേൺ, ആകുക, മാറുക എന്നുള്ള ഒരു മീനിങ് ഉണ്ട്. ദ സ്കൈ ടേൺ ഡാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശം ഇരുണ്ടു. ദ സ്കൈ ടേൺ ഡാർക്ക്. ഷീ ടേൺഡ് ആംഗ്രി എന്ന് പറഞ്ഞാലോ, അവൾ ദേഷ്യപ്പെട്ടു എന്നുള്ള മീനിങ്ങാ. ഷീ ടേൺഡ് ആംഗ്രി, അവൾ ദേഷ്യപ്പെട്ടു. ടേൺ, അവസരം വരിക എന്നുള്ള മീനിങ്ങില് നൗ ഇറ്റ്സ് യുവർ ടേൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിന്റെ അവസരമാണ്. നൗ ഇറ്റ്സ് യുവർ ടേൺ. വെയിറ്റ് ഫോർ യുവർ ടേൺ, നിന്റെ അവസരം വരുന്നവരെ കാത്തിരിക്കുക. വെയിറ്റ് ഫോർ യുവർ ടേൺ, നിന്റെ അവസരം വരുന്നത് വരെ കാത്തിരിക്കുക. നെക്സ്റ്റ് ടേൺ എന്ന് പറഞ്ഞാൽ ഒരു മാറ്റുക, ശ്രദ്ധ തിരിക്കുക എന്നൊക്കെ ഒരു മീനിങ്ങിൽ വരും. ഹി ടേൺ ദ പേജ് സ്ലോലി, അവൻ പേജ് സാവധാനമായി മാറ്റി. ഹി ടേൺ ദ പേജ് സ്ലോലി. ഷീ ടേൺ ഹർ അറ്റൻഷൻ ടു മീ. ഷീ ടേൺ ഹർ അറ്റൻഷൻ ടു മീ എന്ന് പറഞ്ഞാലോ, അവൾ തന്റെ ശ്രദ്ധ എൻ്റെ നേരെ തിരിച്ചു. ഷീ ടേൺ ഹർ അറ്റൻഷൻ ടു മീ, അവൾ തന്റെ ശ്രദ്ധ എന്നിലേക്ക് തിരിച്ചു. ഡു യു നോ ദ സീക്രട്ട് ടു മേക്കിംഗ് ഇംഗ്ലീഷ് ഈസി? ലേൺ how to use daily use words correctly. See you in the next class with another interesting word. Thanks for watching.